അപ്പം നമ്മളിന്നുള്ളത് പാണക്കാട് വെളിയോടുത്ത് പള്ളിയിലാട്ടോ. പുതുക്കൽ പഞ്ചായത്തിലെ വെളിയോടുത്ത പള്ളിക്കല നമ്മളുടെ. അപ്പോൾ ഉസ്താദിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ ഉസ്താദേ, ഈ നായിട്ടുള്ള ബന്ധം? നായി ഇവിടെ ചെറുതാവുമ്പോഴേ അതിൻ്റെ തള്ള അവിടെ പ്രസവിച്ചുകാണ്ട് ഇട്ടുകാണ്ട് പോയതായിരുന്നു. പാൽപ്പൊടി വാങ്ങിക്കാണ്ട് പള്ളിക്കൊന്ന് കലക്കിക്കാണ്ട് അതിന് വെച്ചെടുത്തു. അത് കുടിച്ചതിന് ശേഷമാണ് അതിന് നമ്മൾ ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയത്. ഇതിന് പേരൊക്കെ അതിന് പേര് ശീമാട്ടിയാണ്. ശീമാട്ടി പറഞ്ഞാൽ ഇത് നമ്മൾക്കും ഇവിടുത്തെ വെളിയോടുത്ത എല്ലാ ആൾക്കാർക്കും അറിയാം. ശീമാട്ടിയാണ്. എല്ലാ വീട്ടിലും ചെലവിനും വരും. കൂടെ നമ്മളൊപ്പം തന്നെ വരും. രാത്രിയും വരും. ചിലപ്പോ ഉച്ചക്കുണ്ടെങ്കിൽ ഉച്ചക്കും ഉണ്ടാവും. വരും. ഞാൻ ലീവിന് പോയാലും അജ്മീർക്ക് പോയാലും ഏർവാടി പോയാലും ഒക്കെ സീമാടി നോക്കാൻ ഇവിടുത്തെ എല്ലാ സഹോദരിമാരും ഉണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എനിക്കാകെ 30 പേരെ ചെലവുള്ളൂ, 31 പേരാ. ഓൾക്ക് എല്ലാ പേരിലും കയറി പോകാം. എല്ലാവരും പ്രിയങ്കരിയാണ്. ഏത് വീട്ടിലേക്ക് ചെന്നാലും ഓൾക്കുള്ളത് അവിടെ ഉണ്ടാവും. ഒരു പെരയ്ക്ക് കയറിയ ശല്യപ്പെടുത്തുക ഒന്നും ചെയ്യൂല. അവിടെ പോയി നായ്ക്കളെ കണ്ടാൽ എറിഞ്ഞാട്ടില്ല. അതെ, ആളുകളുടെ ധാരണ ഉണ്ട്, നായി എന്ന് പറഞ്ഞാൽ പൊയ്ക്കോ അല്ലെങ്കിൽ പോ പട്ടി എന്നുള്ള വിചാരമാണ്. പക്ഷെ മൃഗങ്ങളോട് നമ്മൾ സ്നേഹം കാണിച്ചാൽ അതിലേറെ സ്നേഹം മൃഗങ്ങൾ നമ്മളോട് കാണിക്കും. നമ്മുടെ നൂഹ് നബിന്റെ പേരെന്നെ ആദ്യം നൂഹ് നബിന്റെ പേര് അബ്ദുൽ ഗഫാറായിരുന്നു. പിന്നെ ഒരു നായിനെ ആക്ഷേപിച്ചതിന്റെ പേരിലാണ് അദ്ദേഹം 40 വർഷക്കാലം കരഞ്ഞു നടന്നത്. അപ്പൊ അള്ളാഹുത്തേരെ വിളിച്ച പേരാണ് യാ നൂഹ് എന്നുള്ളത്, തേങ്ങിക്കരഞ്ഞത് എന്നുള്ളത്. അപ്പോൾ നായ എന്ന് മാത്രമല്ല, എല്ലാ ജീവികൾക്കും നമ്മൾ സ്നേഹം കൊടുത്താലും ഒരു പകരം ചെയ്യും. നമ്മൾ സ്വർഗത്തിൽ നായ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അൽക്കാഫ് സൂറത്തിൽ പറയണ്ടല്ലോ. അത് സ്വലീഹങ്ങളായ ആളുകളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നായ സ്വർഗത്തിലെത്തിയത്.